ഇത് തന്നെയാണെന്നാ തോന്നുന്നത്. അതെ, ഇത് തന്നെയാണോ വീട്? തനിക്ക് ഉറപ്പുണ്ടോ? ആന്നാ തോന്നുന്നത്. ഉറപ്പില്ല, കേറണ്ട. ഒന്ന് കേറിയെന്ന് വെച്ച് അങ്ങ് കേറി എന്നായില്ലല്ലോ. അതെ, അല്ലെന്നുണ്ടെങ്കിൽ അറിയാൻ പോരെ. ഇത് തന്നെ ആവാനേ വഴിയുള്ളൂ. മാളുമ്മ മാളുവമ്മയുടെ വീട് ഇത് തന്നല്ലേ? മാളുവമ്മയുടെ വീട് മാളുവമ്മ വന്നില്ലേലും ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കിക്കോണം. മാളുവമ്മ വന്നില്ലേലും ഞങ്ങളുടെ
ഞാനും വരിക. ഇരിക്കവിടെ ഇരിക്കേ. ഞാൻ വരണ്ടല്ലോ കുളിക്കാൻ. ഗൗരിക്കുട്ടിയാണോ? ആ. മാളുവമ്മ മാളുവമ്മ ഇപ്പൊ വരും. ഗൗരിക്കുട്ടി ഇപ്പൊ എത്തും. നമ്മളാരാ? ദേവകി. ഒന്ന് വിളിക്കൂ ഗൗരിക്കുട്ടി. ഇപ്പോഴിവിടില്ല, ഉടനെ എത്തും. എവിടെയാ പോയിരിക്കുന്നേ? അറിയില്ല. മാളുവമ്മ ഒപ്പം പോയിരിക്ക? ഉടനെ വരുമല്ലോ അല്ലേ? വരുന്നേ. ഓ, കുടിക്കാൻ എന്താ? എന്താ കിട്ടുക? നാരങ്ങ വെള്ളം, ചായ. അത്രയൊക്കെ ഉള്ളൂ? മോശം. മാളുവമ്മ ഒന്ന് ഇങ്ങോട്ട് വന്നോട്ടെ, ഇപ്പൊ ഞാൻ നാരങ്ങ വെള്ളം കൊണ്ടുവരാം. ആ, നാരങ്ങ വെള്ളം എങ്കിൽ നാരങ്ങ വെള്ളം. ഇവിടെ പഞ്ചസാര ഇടാതെ. അങ്ങനെയൊന്നുമില്ല. എന്താ വേണ്ടേ? ഇഷ്ടം പോലെ. നിങ്ങളിപ്പോ അവിടെ നിന്ന് ഇറങ്ങിക്കോണം. ഇറങ്ങിയില്ലെങ്കിൽ അവരിപ്പോ ഈ വീട് വളയും. ഇറങ്ങിയാൽ പൊതുവഴിയല്ലേ, പറഞ്ഞു വെക്കാലോ. നിങ്ങളാരാ? ഞാനിവിടത്തെയാ. മാളുവമ്മയുടെ മോൻ. നിങ്ങൾക്കറിയില്ല, കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ഇവിടെ നടക്കുന്ന പുകില്. ദാ ഇന്നലെ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയത്, ഇപ്പോഴും കരിവായിട്ടില്ല. പിന്നെയും കുഴപ്പമില്ല. അറച്ചു നിൽക്കാൻ നിങ്ങളൊന്ന് വേഗം ഇറങ്ങി. ഞാൻ തൊട്ട് പിന്നാലെ ഉണ്ട്. അല്ല, നിങ്ങളും 3 ആണുങ്ങളല്ലേ, എന്തെങ്കിലും പെസക് തോന്നിയ ഒന്ന് കൂക്കിയാ മതി. ഞാൻ വിളിച്ചാ വരാനും ഈ നാട്ടിൽ 3-4 ഹിന്ദുക്കളുണ്ട്. ആ, ചാകാൻ കുറെ കൂടെ ഭേദപ്പെട്ട സ്ഥലവാ പൊതുവഴി. വാ. മാളമ്മേ, അങ്ങനെ ഇപ്പൊ തല്ലിയിട്ട് കുത്തിയിട്ട് മാറി അനുസരിപ്പിക്കണ്ട. മാളമ്മേ, ഇന്ന് നീ ഇവിടുന്ന് മുടിക്കായിട്ട് പോകാന്ന് വിചാരിക്കണ്ട. അങ്ങനെ പോയാലേ നീ എവിടേക്കാ പോകാന്നറിയോ? ആ കുളം കണ്ടില്ലേ, അതിന്റെ അടിയിലേക്ക്. ഞാൻ അങ്ങോട്ട് പോയിക്കോളാം. പോകും. എന്റെ അമ്മാവൻ എന്ന് പറയുന്ന 4 രൂപ എത്ര എന്റെ കയ്യിൽ നിന്ന് എണ്ണി വാങ്ങിയിരിക്കണെന്ന് അറിയോ? 1000. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് തീറ്റയും കുപ്പായം തന്ന് നിന്നെ ഇവിടെ നിർത്തിയിരിക്കുന്നത് ചന്തം കാണാനല്ല, മനസ്സിലായോ? ഇനി മൂപ്പനെ വെറുപ്പിക്കണ്ട. ഇനി ആ കിഴവനെ ഈ മുറിലോട്ട് പറഞ്ഞു വിട്ടാല് കൊല്ലും ഞാൻ അയാളെ. വേണമെങ്കിൽ ഇന്ന് തന്നെ നിന്റെ അമ്മാവന്റെ അടുത്ത് ഏൽപ്പിച്ചേക്കാം. മൂപ്പനെ വെറുപ്പിച്ചിട്ട് എനിക്കും എന്റെ കുട്ടികൾക്കും അവിടെ കഴിയാൻ പറ്റാത്തോണ്ടാ. അങ്ങോട്ട് നിന്നെ കണ്ടുപോയ സ്ഥിതിക്ക് ഇനിയിപ്പോ അതേ മാർഗമുള്ളൂ. നീയും കാണുന്നതല്ലേ അവിടെ നടക്കുന്ന കുത്തും വെട്ടും. നിനക്കും അറിയാലോ അതെങ്ങനെയാണെന്നും എന്തിനാണെന്നും. മൂപ്പൻ മതിയെന്ന് പറയണത് വരെ അത് കൂടി കൂടി വരികയല്ലേ ഉള്ളൂ. കൂടട്ടെ. നിന്നെന്ന് ഞാൻ ഇതിലാണെങ്കിൽ പിന്നെ എന്തിനാ ഇവളെ ഇങ്ങോട്ട് കെട്ടിയെടുക്കാൻ പോയത്? കാര്യം പറയാതെ വിളിച്ചു കൊണ്ടുവന്നിട്ട് പിന്നെ കിടന്ന് ശബ്ദവും വിളി. അയ്യോ എന്റെ മൂപ്പ, ഇനി പറയാനൊന്നും ബാക്കിയില്ല. എന്തു പറഞ്ഞു? ഇവിടേക്കാ വരുന്നോൾക്ക് അറിയില്ലേ? ഇനി ഇപ്പൊ പറയാലോ. അവൾക്ക് അറിയില്ലായിരുന്നു.
അവളുടെ വീട്ടിൽ കൊണ്ടാക്കാന്ന് പറഞ്ഞിട്ടാ വിളിച്ചിറക്കി കൊണ്ടുവന്നത്. ഇവിടെ വന്നപ്പോ എന്റെ ഒരു ബന്ധുവിന്റെ വീടാണ്. കേറി ഒരു കാര്യം പറഞ്ഞിട്ട് പോകാന്ന് പറഞ്ഞ് ഇങ്ങ് വിളിച്ചു കയറ്റിയായിരുന്നു. മൂപ്പൻ ധരിക്കുന്നത് ഞാൻ മൂപ്പനെ ധിക്കരിക്കാന്നാ. അതിന്നലെ സുലൈമാൻ എന്ന് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി. അവിടെ എത്ര പെൺകുട്ടികൾ വന്നിരിക്കുന്നു. ഒരാളെങ്കിലും മൂപ്പന്റെ കയ്യിൽ നിന്ന് നേരിട്ട് അനുവാദം വാങ്ങാതെ അവിടെ നിന്നിട്ടുണ്ടോ? മൂപ്പനെ വെറുപ്പിച്ചിട്ട് ഈ നാട്ടിൽ കഴിയാന്ന് ഞാൻ ധരിക്കുന്ന തോന്നുന്നുണ്ടോ? സങ്കടമുണ്ട്. ഈ 7 ശനി വന്ന് കയറി അന്നോട്ട് സുലൈമാനും കൂട്ടരും മൂപ്പന്റെ പേരും പറഞ്ഞ് അവിടെ എന്തൊക്കെയാ ശല്യം ചെയ്യുന്നു വല്ല നിശ്ചയമുണ്ടോ? വെട്ടും കുത്തും. എന്റെ മോൻ ഇന്നലെ ആശുപത്രിയിൽ നിന്ന് ഇറങ്ങിയത്. അതിച്ച് നായന്മാരെ കൂട്ടാൻ പോയിട്ടല്ലേ? ആര് നായന്മാരെ കൂട്ടി? ഞാനോ? എന്റെ മോനോ? ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്യില്ല. ആരെങ്കിലും എവിടുന്നെങ്കിലും ഒന്നും അറിയാതെ കേട്ടറിഞ്ഞൊന്ന് പെട്ട അവരെ തല്ലാനും പിടിച്ചു കെട്ടാനും തുടങ്ങുക. ഞങ്ങൾ എങ്ങനെയാ പിന്നെ ഈ നാട്ടിൽ കഴിയുക? ഇപ്പൊ ഈ നേരത്ത് ആരായത്? അയ്യോ, ആരെങ്കിലും വഴിതെറ്റി ഒന്ന് പെട്ടിട്ടുണ്ടാവും. എനിക്കിനി ഒന്നും പറയാനില്ല. മൂന്നാള് കുടുങ്ങിയിട്ടുണ്ട്. എന്നിട്ട് ആ നായരെ പിടിയെടുത്തിക്കണം. 6 ദിവസമായി ഞാനും എന്റെ കുട്ടികളും തീ തിന്നെയാണ്. ഇന്ന് ഈ വന്നവരെ കൂടി പേടികാട്ടി വിട്ടാ പിന്നെ ടൗണിൽ നിന്നും ഒറ്റ ആള് വരില്ല. ഞാൻ കാല് പിടിച്ച് പറയാണ്, എല്ലാം മൂപ്പൻ അറിയാലോ. ആ തലതിരിഞ്ഞോളുടെ കാര്യം ഓർത്ത് മൂപ്പൻ മാളുവമ്മയോട് വൈരാഗ്യം വെക്കരുത്. 2 ദിവസം കൂടി കഴിഞ്ഞോട്ടെ, ഞാൻ അവളെ ഇവിടെ കൂട്ടിക്കൊണ്ടുവരും. മാളുവമ്മയാ പറയണത്. അവള് നേരിട്ട് വന്ന് മൂപ്പന്റെ കാല് പിടിച്ച് മാപ്പ് പറയും. നിന്റെ വീട്ടിൽ വന്നവരെ മുടക്കിയിട്ട് എനിക്കൊന്നും കിട്ടാനില്ല. നിന്റെ വീട്ടിൽ വന്നവരാ അവര് നീ തന്നെ പോണ വഴിക്ക് കൂട്ടിക്കൊണ്ടുപോയിക്കോ. അതെനിക്ക് കൊണ്ടുപോയിക്കോ. എന്റെ ഗുരുവായൂരപ്പാ, സുലൈമാനൊപ്പം പോയിക്കോ. ആ വന്നവരെയും ഈ പെണ്ണുങ്ങളെയും ഓരുടെ വീട്ടിൽ കൊണ്ടാക്കിക്കോണം. ബൈക്ക് ആരും കശപിച്ചുണ്ടാക്കാൻ വരരുത്. വരണത് ആരൊക്കെയാ പോണത്, എന്തൊക്കെയാ നടക്കുന്നത് ഒന്നും അറിയണ്ടല്ലോ. 3 നേരം ചോറ് തിന്നുന്നത് എങ്ങനെയാണെന്നെങ്കിലും ഒരു ആലോചന ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇവിടെ ഇരിക്കാൻ കഴിയും? അല്ല മാളു, വീട്ടിൽ വന്ന് കയറിയവര് ഇറങ്ങി പോകുമ്പോ എന്തിനാ അവർ പോകുന്നെങ്കിലും ഒന്ന് തിരക്കാൻ നിങ്ങൾ വിചാരിച്ചാ കഴിയില്ലേ? ഞാൻ ആരും വരണതും കണ്ടില്ല, പോണതും കണ്ടില്ല. ഓ, എളുപ്പം കഴിഞ്ഞല്ലോ. നിങ്ങൾ വരും. സുലൈമാനെ ഒന്നിരിക്ക്, ഞാൻ ഇവരെ നിരുത്തിട്ട് വരാം. രണ്ടാം വട്ടോ 18 പടി. ശരണയ്യപ്പ സ്വാമിയേ. ദാ, ഇങ്ങോട്ടിരിക്കാം. ഓ, എത്തിയല്ലോ. നീയാ ഇവരെ അതൊന്നും പറഞ്ഞ് പേടിപ്പിച്ചിറക്കി വിട്ടത്? അല്ലമ്മ, ഈ വീട്ടിൽ നിന്ന് ആൾക്കാർ ഇറങ്ങി പോകുന്നു പറഞ്ഞ ആർക്കാരാ എന്റെ മാനക്കേട്? ആർക്കാ എന്റെ ദോഷം? അല്ല, ഞാനിപ്പോ അറിഞ്ഞോ കാര്യങ്ങൾ ഇങ്ങനൊക്കെ വരാൻ പോണെന്ന്? സാധനം കിട്ടുവോ? കിട്ടും. ഇവിടെ ഉണ്ടോ? ഏയ്, ഇവിടെയോ? ഇവിടെ അതൊന്നും കിട്ടില്ല. ഇത് ചാലക്കുടിയിലെ തറവാട്ട് വീടാ. അതെ, എന്റെ പേരെന്താ? CK ഭാസ്കര മേനൻ. ഭാസിന്ന് വിളിക്കും. ബാസി, ഇവിടെ ഇല്ല പിന്നെ എവിടെ കിട്ടും? ഇവിടെ അടുത്ത് കിട്ടും. നാടനാ? ചിലപ്പോ ഫോറിനും കിട്ടിയെന്നിരിക്കും. നാടൻ എങ്ങനെയാ? തൽക്കാലം ഒരെണ്ണം വാങ്ങി നോക്കാല്ലേ? അതെ. എന്താ അത്? ഏതായാലും ഓടി പോയിട്ട് വാ. നന്നായിരിക്കണം അവരോട് പ്രത്യേകം പറയണ കേട്ടോ. ഭക്ഷണത്തിന് എന്താ വിശേഷിച്ച്? ഇപ്പോ സദ്യ ഒരുക്കാനൊന്നും നിൽക്കണ്ട. മാളും അതെ 2 കോഴി അഴിഞ്ഞ് വാങ്ങിപ്പിക്കണം. എന്നിട്ട് അവനെ നീറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്യണം. അശ്ശോ, ഇത് വേണ്ടായിരുന്നല്ലോ. സ്റ്റൈലായിരിക്കണം. താങ്ക് യു മാഡം. എനിക്കുള്ളത് വരുന്നുണ്ട്. ആ
അസ്സലാമലൈക്കും. അസ്സലാമലൈക്കും. ഊരാൻ പറയും. വെള്ളം വേണം. വെച്ചോ. വെള്ളം വെള്ളം. അയ്യോ ഭയങ്കര. കേട്ടോ ഒന്ന് മതി, ഒരു കൊച്ചു മതി. ആണോ പെട്ടോ? ആണ്. അവൾക്ക് അങ്ങനെയാ, ഒരു പാവാ. ഇഷ്ടം തോന്നിയാ പിന്നെ അങ്ങ് ഇഷ്ടാ. വക്കീലിന്റെ ടൈം. എന്തായാലും വക്കീൽ നാളോട്ട് പെണ്ണാലോചിച്ച് നടക്കുകയാണല്ലോ. ഇനിയിപ്പോ അതങ്ങ് നിർത്താം, നമുക്ക് ഇതങ്ങ് ഉറപ്പിക്കാം. ഒന്നുമില്ല, ഞാൻ നിന്നെ കല്യാണം പറയാം. പാവാ, ഇണങ്ങിയാ പിന്നെ അങ്ങ് ഇണക്കാം. അല്ലെങ്കിലേ അതുപോലെയാ. ആ അറിയാഞ്ഞിട്ട് ചോദിക്കുക, എന്താ അങ്ങനെ എഴുതി നടക്കണ എന്റെ ഉദ്ദേശം? ഏയ് ഒന്നുമില്ല, ഈശ്വര എന്താ അത്ര തന്നെ. ഇതിങ്ങനെ എഴുതി വെച്ചിട്ട് 1,00,000 എത്തുമ്പോ തിരുപ്പതിക്കോ ഗുരുവായൂർക്കോ മറ്റോ അയച്ചു കൊടുക്കും. ഇതിപ്പോ എങ്ങനെയാണപ്പാ 1,00,000 എത്തിന്ന് പറയണത്? അതറിയാം. എന്തേ സുലൈമാനെ? അല്ല, ഞാനെന്നാലും ഇനിയിപ്പോ നിക്കണില്ല എന്ന് പറയാനേ. ഓ, സുലൈമാൻ ഇരിക്കും. ഊണിതാ ഇപ്പൊ ശരിയാവും, ഉണ്ടിട്ട് പോയാ മതി. ഇപ്പൊ അതിനൊന്നും നിക്കാൻ നേരല്ല എന്റെ മാളുമേ. ഇന്നിപ്പോ ഇവിടുന്ന് ഊണ് കഴിച്ചിട്ടില്ലാന്ന് വെച്ചിട്ടെന്താ? ഞാൻ ഈ വീട്ടിൽ നിന്ന് എത്രയാ ഊണ് കഴിച്ചിരിക്കണം? ഇപ്പൊ ആവും. ആയിക്കോട്ടെ, പോയിട്ട് കാര്യമുണ്ട്, അതുകൊണ്ടല്ലേ. അല്ലെങ്കിൽ ഇപ്പൊ എന്താ? അല്ല, മൂപ്പൻ എന്താ പറഞ്ഞത്? അദ്ദേഹം ആയതുകൊണ്ട് ക്ഷമിച്ചു. ആ പെണ്ണിന് തല നേരെയാവില്ല. എന്ത് ചെയ്തിട്ടും പറഞ്ഞിട്ടും അവൾക്ക് ഒരു മാറ്റവും ഇല്ല. 2 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും കൂട്ടിക്കൊണ്ട് ചെല്ലാന്ന് വിചാരിച്ചിരിക്കാ ഞാൻ. ഇനിയിപ്പോ സാരല്ല, മൂപ്പരുടെ ആ വാശി ഒന്ന് തീർന്നല്ലോ. വലിയ ഡിമാൻഡും പറഞ്ഞിരുന്നിട്ട് അവള് മൂപ്പന്റെ പേരെന്ന് ഇറങ്ങി വരുന്നത് നാട്ടുകാർ മുഴുവൻ കണ്ടല്ലോ, അത് മതി. എന്നാലും എനിക്ക് എന്തോ നിങ്ങളെ പേടിക്കാണ്ടിരിക്കും ആളുമേ. മൂപ്പന്റെ ദേഷ്യം മാറിയില്ലേ? ഇനിയിപ്പോ നിങ്ങളാരെ ഭയക്കണത്? ഞങ്ങളൊക്കെ ഇല്ലേ? ഇവളൊക്കെ നേരെയാവും. 2 ദിവസം കൂടെ സമയം കൊടുക്കി. നേരെയാവാണ്ട എവിടെ പോവാൻ? നിങ്ങളല്ലേ ആള്.
പോട്ടെ കുട്ടി, സാരമില്ല. പിന്നെ ഒരിക്കൽ അയാൾ വന്നിരുന്നെങ്കിൽ കൊല്ലുമായിരുന്നു, ആ മനുഷ്യനെ കൊല്ലുമായിരുന്നു. എനിക്കെന്റെ വീട്ടിൽ പോകാൻ പറ്റുമോ ദേവകീർത്തി? ഗൗരിക്കുട്ടി, ഗൗരി, എവിടെ സാറേ ഗൗരിക്കുട്ടി? ഇപ്പൊ വരും. ഒന്നിങ്ങോട്ട് ഇറങ്ങി വരാൻ പറയാൻ നന്നായിരുന്നു. ഒന്നിനുമല്ല, വെറുതെ ഒന്ന് സംസാരിച്ചിരിക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. എന്തോ കറിയച്ചേട്ടൻ എന്നോട് എന്റെ കാര്യം വിടണ്ട മോളെ, എനിക്ക് സംസാരിച്ചിരിക്കാൻ നീ പോലും വേണമെന്നില്ല. ദേ ആ പയ്യന്റെ മുഖത്തേക്കൊന്ന് നോക്കിയേ. ഗൗരിക്കുട്ടി എന്ന് കേട്ടത് കൊണ്ട് മാത്രം ചാടി പുറപ്പെട്ട കക്ഷിയാ. ലൈഫിൽ ആദ്യമാ. കാശ് വെച്ചാ കളി, കടവില്ല. ഇല്ല. അമ്മയെ വിളിക്കും. നീ ഇല്ലല്ലോ. എനിക്കറിയില്ലല്ലോ. വെറുതെ നല്ല കുട്ടികളെ കൂടെ കൂടെ കൂട്ടി. കടം പറയരുത്. ഇല്ലെന്നേ, ഈ കറിയച്ചേട്ടൻ. അല്ല, മേനോൻ കളിക്കോ? അസലായി കളിക്കും. നമ്മുടെ കാശ് പോയോ? വേണ്ട, അവന് കളിക്കാനും അറിയില്ല, കയ്യിൽ കാശും ഇല്ല. അല്ല, ഏയ്, മൂപ്പർ തൊഴില്ല.